അമേരിക്കയിൽ ചെന്ന് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെ വെല്ലുവിളിക്കാൻ യുക്രൈൻ പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കി കാണിച്ച ചങ്കൂറ്റത്തെ ലോകമാധ്യമങ്ങൾ വാനോളം പുകഴ്ത്തിയിരുന്നു. എന്നാൽ അതിന് അധികം ആയുസ്സുണ്ടായില്ല. അതേ വേഗതയിൽ തന്നെ സെലൻസ്കി മയപ്പെടുന്ന കാഴ്ചയും കണ്ടിരുന്നു. യുക്രൈനെയും അമേരിക്കയും തമ്മിൽ തല്ലിക്കുന്നതിന് മുന്നിൽ നിൽക്കുന്നത് ട്രംപിന്റെ ഉപദേശകൻ ഇലോൺ മസ്ക് ആണെന്ന ആരോപണം നേരത്തെ തന്നെ ഉയർന്നിരുന്നതാണ്. എന്നാൽ മസ്കിനെ അങ്ങനെ വിട്ടാൽ പറ്റില്ലെന്ന് തീരുമാനിച്ച യുക്രൈൻ അദ്ദേഹത്തെ മർമ്മത്ത് തന്നെ അടിച്ചിരിക്കുകയാണ്. സമൂഹ മാധ്യമമായ എക്സ് തിങ്കളാഴ്ച പ്രവർത്തനരഹിതമായിരുന്നു. ഇതിന് കാരണമായ സൈബർ ആക്രമണം യുക്രൈനിൽ നിന്നാണെന്നാണ് മസ്കിന്റെ ആരോപണം. ഇന്നലെ അധിക സമയവും ഈ പ്ലാറ്റ്ഫോം പ്രവർത്തനരഹിതമായിരുന്നു. എന്താണ് സംഭവിക്കുന്നതെന്ന് കൃത്യമായി അറിയില്ല എന്നായിരുന്നു ഇതിനെക്കുറിച്ച് മസ്ക് പ്രതികരിച്ചത്. എന്നാൽ യുക്രൈനിലെ IP വിലാസങ്ങളിൽ നിന്നും എക്സ് സിസ്റ്റത്തെ നശിപ്പിക്കാനുള്ള സൈബർ ആക്രമണങ്ങൾ വരുന്നുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. വലിയ തോതിലുള്ള ഒരു ആക്രമണമാണ് എക്സിന് നേരെ ഉണ്ടാകുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. എന്നാൽ തങ്ങൾ അത് തടഞ്ഞുവെന്നും ഇപ്പോൾ പഴയ രീതിയിൽ പ്രവർത്തിക്കുന്നുണ്ടെന്നും അദ്ദേഹം ഫോക്സ് ന്യൂസിന് നൽകിയ അഭിമുഖത്തിൽ പറയുകയുണ്ടായി. ആഗോളാടിസ്ഥാനത്തിൽ തന്നെ എക്സ് ഇന്നലെ പ്രശ്നങ്ങൾ അഭിമുഖീകരിച്ചിരുന്നു. എന്നാൽ ഇതിനെക്കുറിച്ച് കൂടുതൽ വിശദാംശങ്ങൾ വെളിപ്പെടുത്താൻ അദ്ദേഹം തയ്യാറായില്ല. നിരവധി ഉപയോക്താക്കൾക്ക് ടൈം ലൈൻ അപ്ഡേറ്റ് ആയില്ല. ദിവസം മുഴുവൻ ലോകത്തിന്റെ പല ഭാഗങ്ങളിലും ഈ പ്രശ്നമുണ്ടായെന്നാണ് റിപ്പോർട്ട്. ആപ്പും വെബ്സൈറ്റും ശരിയായി പ്രവർത്തിക്കുന്നില്ലെന്നും പോസ്റ്റ് ചെയ്യാൻ കഴിയുന്നില്ലെന്നും ലോകമെമ്പാടുമുള്ള ഉപയോക്താക്കൾ റിപ്പോർട്ട് ചെയ്തിരുന്നു. വലിയ സംഘടിതമായ ഗ്രൂപ്പോ അല്ലെങ്കിൽ ഒരു രാഷ്ട്രമോ ഇതിൽ ഉൾപ്പെട്ടിരിക്കാമെന്നാണ് വിലയിരുത്തൽ. ഇക്കാര്യത്തിൽ അന്വേഷണം നടക്കുകയാണെന്നും മസ്ക് പറയുന്നു. പ്ലാറ്റ്ഫോമിന്റെ സുരക്ഷയെക്കുറിച്ച് ഈ സംഭവം ആശങ്കകൾ ഉയർത്തിയിട്ടുണ്ട്. യഥാർത്ഥത്തിൽ എന്താണ് സംഭവിച്ചതെന്ന് തനിക്ക് തീർച്ചയില്ല. പക്ഷേ എക്സിനെ തകർക്കുന്നതിനായി വലിയൊരു സൈബർ ആക്രമണം ഉണ്ടായി. തങ്ങളുടെ പ്ലാറ്റ്ഫോം എല്ലാ ദിവസവും ആക്രമിക്കപ്പെടുന്നു. ഇതിന് പിന്നിൽ വലിയൊരു ശക്തി തന്നെ പ്രവർത്തിക്കുന്നുണ്ട്. ഒന്നുകിൽ ഒരു വലിയ ഗ്രൂപ്പോ അല്ലെങ്കിൽ ഒരു രാജ്യം തന്നെയോ ഇതിന് പിന്നിലുണ്ട്. ആക്രമണത്തിന് പിന്നിൽ ആരാണെന്ന് അന്വേഷിച്ചു വരികയാണെന്നും മസ്ക് വ്യക്തമാക്കുന്നു. ലോകമെമ്പാടുമുള്ള 40,000-ത്തിലധികം ഉപയോക്താക്കൾ സേവന തടസ്സങ്ങൾ സംബന്ധിച്ച പരാതികൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. നിരവധി എക്സ് ഉപയോക്താക്കൾക്ക് 1 മണിക്കൂറോളം പേജ് ലോഡ് ചെയ്യാനോ ടൈം ലൈൻ റീഫ്രഷ് ചെയ്യാനോ കഴിഞ്ഞില്ലെന്നും പറയുന്നു.